പെരുമണ്ണയിൽ അങ്കണവാടി കുരുന്നുകൾക്ക് കടുത്ത രോഗഭീതി ഉയർത്തി ഹരിതകർമ്മസേനയുടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ സംസ്കരണ പ്ലാന്റിന് പുറത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. മാലിന്യം മൂലം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. മഴ കൂടി പെയ്യുന്നതോടെ മാലിന്യങ്ങൾ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതും പതിവാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ. പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് തരംതിരിക്കാതെ ചാക്കുകെട്ടുകളിലായി കുന്നുകൂട്ടിയിരിക്കുന്നത്. സംസ്കരണ പ്ലാന്റിന് പുറത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പ്രദേശവാസികളെയും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ചെനപ്പുറം അംഗൻവാടിയെയും ദുരിതത്തിലാക്കുകയാണ്. അംഗൻവാടിക്ക് തൊട്ടുചേർന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത്. 2022 പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. പിന്നീട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പ്രോസസിംഗ് മെഷീൻ പ്രവർത്തിക്കാത്തത് മാലിന്യ സംസ്കരണം മുടങ്ങാൻ കാരണമായി. മെഷീൻ പ്രവർത്തിക്കുന്നതിന് തൊഴിലാളികൾ പരിശീലനം നൽകാത്തതാണ് പ്രധാന പ്രശ്നം. ഇവിടെ ഈ ഭാഗം ഫുള്ള് അലർജി. ഇപ്പൊ എന്റെ മോൾ എന്നും ഗുളിക കുടിച്ചിട്ട് ഇപ്പൊ എനിക്കും തുടങ്ങിയപ്പോ ഒരു മാസമായി ഇപ്പൊ തുടങ്ങിയിട്ട് അലർജി, തുമ്മല്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഈ ചുറ്റുഭാഗത്തൊക്കെ ഈ തുമ്മലും അലർജിയും ഗുളിക കുടിച്ച് മടുത്ത്. അതേമാതിരി നായ്ക്കള് വന്നിട്ട് ഭയങ്കര ശല്യത. ഇതാണ് വീട്. ഉമ്മർത്ത് വന്നിട്ട് നായ്ക്കൾ ഞങ്ങൾക്ക് ഒരു ചവിട്ടി പോലും ഒരു കസാല പോലും ഞങ്ങളെ ഉമ്മർത്ത് ഇടാൻ കഴിയണില്ല. എന്താ വെച്ചാൽ നായ്ക്കൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ശല്യം ചെയ്തിട്ട് കവറുകളൊക്കെ കടിച്ചു കൊടുന്ന് അങ്ങോട്ട് ഇടുകയാണ്. മാലിന്യ പ്ലാന്റ് വരുന്നതിനെതിരെ പ്രദേശവാസികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അധികാരികൾ മുഖവിലക്കെടുത്തിരുന്നില്ല. മാലിന്യങ്ങൾ തരംതിരിക്കാതെ കുന്നുകൂട്ടിയിടുന്നത് മൂലം സമീപ വീടുകളിലുള്ളവരും ദുരിതത്തിലാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കംപ്ലൈന്റുകൾ പല സ്ഥലത്ത് കൊടുത്തു. സബ് കളക്ടർ അടുത്ത് വരെ അവിടെ ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെ ഇതിൻ്റെ ആളുകൾ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊല്യൂഷൻ കൺട്രോളിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അതിൻ്റെ പേപ്പർ വന്നു. പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ എല്ലാ പകർപ്പും പോയിട്ടും പഞ്ചായത്ത് ഒരു കാര്യം ഇതിനെടുക്കുന്നില്ല. നമ്മൾ 4 ആളുകൾ സംസാരിക്കുമ്പോൾ പഞ്ചായത്ത് വന്നിട്ട് തപ്പെടുത്ത് മാറ്റും. അതാണ് ഉണ്ടാവുന്നത്. അത്രയും ശല്യം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇത് പ്രസ് ചെയ്ത് ചുരുക്കാനുള്ള മെഷീൻ വരെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. അതുവരെ വർക്ക് ചെയ്യിക്കില്ല. പ്രദേശത്ത് നിരവധി പേർക്ക് അലർജി പോലുള്ള രോഗങ്ങളും പിടിപെട്ടിട്ടുണ്ട്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. കുട്ടികളെയും മുതിർന്നവരെയും നായ്ക്കൂട്ടം ഉപദ്രവിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. തരംതിരിക്കാതെ കൊണ്ടിടുന്ന മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ വലിച്ച് സമീപത്തുള്ള വീടുകളിൽ കൊണ്ടിടുന്നുണ്ട്. കൂടാതെ മഴ കൂടി പെയ്യുന്നതോടെ മാലിന്യങ്ങൾ അംഗൻവാടിയിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നതും പതിവായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സബ് കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുകയും പൊല്യൂഷൻ കൺട്രോളിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് മാലിന്യ പ്ലാന്റ് മൂലം നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് ഉടൻ മാറ്റുമെന്നും പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പറഞ്ഞു. കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ഉടൻ നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പഞ്ചായത്തിലും ഒരു MCF ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ MCF ഉണ്ട്. ആ MCFന്റെ പ്രവർത്തനത്തിൽ ചില പ്രയാസങ്ങൾ അവിടുത്തെ സമീപവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി വെച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് MCFൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തീരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ DPC അപ്രൂവലായിട്ടുള്ളൂ. പദ്ധതി ഉടനെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് പരിപൂർണമായിട്ട് അത് ഒഴിവാക്കാൻ സാധിക്കും. കേരള വിഷൻ, കോട്ടയ്ക്കൽ.